എപ്പോഴെങ്കിലും നിങ്ങളോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരിൽ ആരെങ്കിലുമോ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലോ വല്ല ബാൽക്കണിയിലോ അല്ലെങ്കിൽ കിണറ്റിൻ്റെ ഒക്കെ താഴോട്ട് നോക്കി നിന്നിട്ട് ഇവിടെ നിന്ന് എടുത്ത് ചാടിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ സമ്മൺ മൈറ്റ് തിങ്ക് ദാറ്റ് ഇതൊരു സൂയിസൈഡൽ തോട്ടായിരിക്കും. പക്ഷെ അപ്പാരൻ്റ്ലി ഇത് വളരെ കോമൺ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ സൈക്കോളജിക്കൽ ഫിനോമിനെ പറയുന്ന പേരാണ് കോൾ ഓഫ് ദ വോയിഡ്. വേറെയും സിനാരിയോസ് ഉണ്ട്. ഉദാഹരണമായി ഹെവി ട്രാഫിക് കാണുമ്പോൾ ചെന്നങ്ങ് കയറി കൊടുത്താലോ, ഉയരത്തിൽ നിൽക്കുമ്പോൾ ഫോൺ ഇവിടെ നിന്ന് താഴെ ഇറങ്ങിയാലോ, മൂർച്ചയുള്ള കത്തിയോ കത്തിക്കൊണ്ടിരിക്കുന്ന തീയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് തൊട്ടു നോക്കിയാലോ. ഇതുപോലുള്ള ചിന്തകളൊക്കെ കോൾ ഓഫ് ദ വോയിഡിന് ഉദാഹരണമാണ്. പഠനങ്ങൾ പ്രകാരം നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റുമായിട്ടാണ് കോൾ ഓഫ് ദ വോയിഡിൻ്റെ ബന്ധം. ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻസിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി, ബോധം, വിവരം ഇതിനൊക്കെ അനുസരിച്ച് ബ്രെയിൻ അപകടങ്ങളെ ഡിറ്റക്ട് ചെയ്യും. ഒരു 5-10 സെക്കൻഡ് കണ്ടിന്യൂസ്ലി ഇതിൻ്റെ ചിന്തകൾ തന്നെയായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ നിന്നിട്ട് നമ്മളെ കെയർലെസ് ആക്കുന്ന ഏതെങ്കിലും തോട്ട്സ് വന്നു കഴിഞ്ഞാൽ എന്തായാലും തീരുന്ന ബ്രെയിനിനറിയാം. സോ ബ്രെയിന് ഇതുപോലത്തെ ചിന്തകൾ തന്നെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും അത്രേ. ഇഫ് യു ആർ ഇൻ ദ റൈറ്റ് മൈൻഡ്, കോൾ ഓഫ് ദ വോർഡിൽ എപ്പോഴും ഒരാൾ സർവൈവൽ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ്, ഇതുപോലുള്ള ചിന്തകൾ വരുന്നത് നല്ലതാണത്രേ. ഇറ്റ്സ് ലൈക്ക് ജീവിക്കാനുള്ള ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് റീഅഷ്യൂർ ചെയ്യുന്ന മൊമെൻറ്റുകളാണ് കോൾ ഓഫ് ദ വോയിഡ്.